അപ്പോൾ ഇന്ന് നമുക്ക് മസിൽ ഫിസിയോളജി പഠിക്കാം. കഴിഞ്ഞ 2 ക്ലാസ്സിൽ 2 ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇന്ന് നമുക്ക് മസിൽ ഫിസിയോളജി പഠിക്കാം. മസിൽ ഫിസിയോളജിയിൽ സിലബസിൽ ആദ്യം പറയുന്നത് സ്ട്രക്ചർ ഓഫ് എ സ്ട്രയേറ്റഡ് മസിലാണ്. സ്ട്രക്ചർ ഓഫ് എ സ്ട്രയേറ്റഡ് മസിൽ. അപ്പോൾ ഈ മസിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം ഡിഫർ ചെയ്യുന്നതും നമ്മളുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്, ലോക്കോമോഷൻ, ഇതെല്ലാം ഈ മസിൽ ഉള്ളതുകൊണ്ടാണ്. എന്താ ഇപ്പോൾ ഞാനും നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും എല്ലാം ഡിഫർ ചെയ്യുന്നത് നമ്മുടെ അസ്ഥിപഞ്ജരം എല്ലാം കൂടെ സ്കെൽട്ടൻ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടല്ല ഏകദേശം ഒരുപോലെയിരിക്കും. ചിലർ നീളം കുറവുണ്ടായിരിക്കും, നീളം കൂടുതലുണ്ടായിരിക്കും, അത്രയൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂ. അതിൻ്റെ പുറത്ത് ഭംഗിയായിട്ട് മസിൽ കവറിങ് വന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും വേറെ വേറെ തരത്തിലിരിക്കുന്നത്. ചിലർ നല്ല ഉരുണ്ടിരിക്കും, ചിലർ കൊഴുത്തിരിക്കും, ചിലർ മെലിഞ്ഞിരിക്കും. ആ മസിൽ തന്നെ എന്താ പറയുക, എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ടോണ്ടായിട്ടുള്ളതിരിക്കാം. എൻ്റെ മസിൽ പോലെയാണോ നിങ്ങളുടെ മസിൽ? എൻ്റെ എല്ലാം മസിൽ തൂങ്ങിയിരിക്കും. അപ്പോൾ ടോണ്ട് എന്താ പറയുന്നത്, നിങ്ങളുടെ നല്ല ടോണ്ട് മസിലായിരിക്കും. നല്ല എക്സസൈസ്, നല്ല ചെറുപ്പമുള്ള മസിൽസ്. അതിന് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ അത് കൺട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അതേസമയം വയസ്സാകുമ്പോൾ അതിങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ആ മസിലിൻ്റെ സ്ട്രക്ചറും ഇതെല്ലാമാണ് നമ്മളാക്കുന്നത്. ഇപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യണമെങ്കിലോ, നമുക്ക് ഇഷ്ടമനുസരിച്ച് ഒരാളെ ഇടിക്കണമെങ്കിലോ, ഇഷ്ടമനുസരിച്ച് മൂവ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ മസിൽ വേണം. ഇൻറ്റേർണൽ ഓർഗൻസ് ആണെങ്കിലും ഇൻറ്റേർണലായിട്ട് നമ്മൾ പറയാതെ തന്നെ ബോഡിക്കകത്തുള്ള എന്തെല്ലാം ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നു, സ്റ്റമക്ക് ഫങ്ഷൻ ചെയ്യുന്നു, യൂറിനറി ബ്ലാഡർ ഫങ്ഷൻ ചെയ്യുന്നു, ഇതെല്ലാം തന്നെ മസിലിൻ്റെ വേരിയസ് ആക്ടിവിറ്റി കാരണമാണ്. അപ്പം മസിലില്ലാതെ ഒന്നും, എല്ലാ കാര്യങ്ങളും വേണം. അതുപോലെ തന്നെ മസിൽ അതിൻ്റെ മറ്റ് ടിഷ്യൂവിൽ നിന്നുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അതിന് കൺട്രാക്ടിവിറ്റി ഉണ്ട്, ഇലാസ്റ്റിസിറ്റി ഉണ്ട്, എക്സൈറ്റബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ സ്പെഷ്യാലിറ്റി ഒക്കെ ഉള്ള ടിഷ്യൂസാണ് മസിൽസ്. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് സ്ട്രയേറ്റഡ് മസിൽസാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 3 തരത്തിലുള്ള മസിൽസാണുള്ളത്. സ്ട്രയേറ്റഡ് മസിൽസ്, നോൺ സ്ട്രയേറ്റഡ് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. കാർഡിയാക് മസിൽസ് ഹാർട്ടിൽ മാത്രം കാണുന്ന, ഒരിക്കലും ഫാറ്റീഗ് വരാതെ, ക്ഷീണം വരാതെ, ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നിടം വരെ ഒരേ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതാണ് കാർഡിയാക് മസിൽസ്. മറ്റേത് രണ്ടും നമുക്ക് എന്താണെന്ന് നോക്കാം. സ്ട്രയേറ്റഡ് മസിൽസും നോൺ സ്ട്രയേറ്റഡ് മസിൽസും. സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയുമ്പോൾ ദ സ്ട്രയേറ്റഡ് മസിൽസ് striated muscle. അതാണ് നോൺ സ്ട്രയേറ്റഡ് മസിൽസ്. സ്ട്രയേറ്റഡ് മസിലും നോൺ സ്ട്രയേറ്റഡ് മസിലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കിയത്. സ്ട്രയേറ്റഡ് മസിലാണ്. സ്ട്രയേറ്റഡ് മസിലിൽ നമുക്ക് കാണാം സ്ട്രയേഷൻസ് ആർ ദേർ. ഇത് കണ്ടോ, സ്ട്രയേഷൻസ്, പ്രസൻസ് ഓഫ് സ്ട്രയേഷൻസ്. ഇവിടെ ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് സ്ട്രയേഷൻസ്. ഇവിടെ മൾട്ടി ന്യൂക്ലിയേറ്റഡ്, ഒരുപാട് ന്യൂക്ലിയസ് ഇങ്ങനെ കാണാം. ഇവിടെ ആണെങ്കിൽ സിംഗിൾ ന്യൂക്ലിയേറ്റഡ്. ഇവിടെ സിംഗിൾ ന്യൂക്ലിയേറ്റഡ് ആണ്, ഇവിടെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. പിന്നെ ഇവര് ദി സ്ട്രയേറ്റഡ് മസിൽസ് ആർ അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൺ. ഇവര് അതുകൊണ്ട് they are known as the striated muscles are also known as skeletal muscles. Skeletal muscles.
സ്കെലിറ്റൽ മസിൽസ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഈ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് അല്ലെങ്കിൽ ഇവരുടെ ദേ ആർ നോൺ എസ് സ്മൂത്ത് മസിൽസ്. അവർ സ്ട്രയേഷൻസ് ഒന്നുമില്ല. ദേ ആർ ഓൾസോ നോൺ എസ് സ്മൂത്ത് മസിൽസ്. And they form the muscles of the internal organs. Internal organs like stomach, urinary bladder, intestine, അങ്ങനെയൊക്കെ ഉള്ള internal organs. The internal organs are collectively known as visceral organs. ആ വിസറൽ ഓർഗൻസ് ഉണ്ടാക്കിയിരിക്കുന്ന മസിൽസ് ഈ സ്മൂത്ത് മസിൽസ് വെച്ചാണ്. ആൻഡ് ഹാൻസ് ദേ ആർ നോൺ ആസ് വിസറൽ മസിൽസ്. ഇവിടെയാണെങ്കിൽ ഇവര് സ്കെൽറ്റലിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദേ ആർ നോൺ ആസ് സ്കെൽറ്റൽ മസിൽസ്. ഇവര് വിസറൽ മസിൽസ്. Visceral muscles. ഇവര് they help in locomotion. They are attached to the skeleton and hence they act according to our will. നമുക്ക് ഇഷ്ടമുള്ള പോലെ കൈ ഇങ്ങനെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് ചിരിക്കാം, ഈ മസിൽസ് ചിരിക്കാം, പിന്നെ കോട്ടവായിടാം, നടക്കാം, ഓടാം. അപ്പം നമ്മൾക്ക് ഇഷ്ടമനുസരിച്ചുള്ള മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ് സ്ട്രയേറ്റഡ് മസിൽസ്. And hence these muscles, striated അല്ലെങ്കിൽ skeletal muscles, are known as voluntary muscles. Voluntary muscles. Whereas the smooth muscles do not act according to our will. എന്താ ഇന്റേണൽ ഓർഗൻസ്? നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടാണോ സ്റ്റൊമക്ക് ഇരുന്ന് ഡൈജഷൻ നടത്തുന്നത്? അപ്പൊ അല്ല. അപ്പൊ ഇന്റേണൽ ഓർഗൻസ് അവർക്ക് നമ്മുടെ ഇഷ്ടത്തിനല്ല വർക്ക് ചെയ്യുന്നത്. ദേ ഡു നോട്ട് ആക്ട് അക്കോർഡിംഗ് ടു അവർ വിൽ ആൻഡ് ഹെൻസ് ദീസ് മസിൽസ് ആർ കോൾഡ് ഇൻവോളണ്ടറി മസിൽസ്. ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി മസിൽസ്. ആൻഡ് എന്തെങ്ങനെയാ നമ്മളിങ്ങനെ നോക്കാൻ നേരത്ത് ഒരു തരം മസിൽസ്, സ്കെൽറ്റൽ മസിൽസിന് സ്ട്രയേഷൻസ് ഉണ്ട്. സ്മൂത്ത് മസിൽസിന് സ്ട്രയേഷൻസ് ഇല്ല. അപ്പൊ ഇവരെ സ്മൂത്ത് മസിൽസ് എന്നും സ്കെൽറ്റൽ മസിൽസിനെ സ്ട്രയേറ്റഡ് മസിൽസ് എന്നും പറയാം. പിന്നെ ഒരാൾക്ക് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, മറ്റേയാള് സിംഗിൾ ന്യൂക്ലിയേറ്റഡ് ആണ്. പിന്നെ എന്താ, the skeletal muscles അല്ലെങ്കിൽ the striated muscles are attached to the skeleton and hence they act according to our will. They help in our locomotion, move various types of movements, etc. And they are known as voluntary muscles. In smooth muscles ആണെങ്കിൽ അല്ലെങ്കിൽ visceral muscles ആണെങ്കിൽ, visceral muscles എന്ന് പറഞ്ഞാൽ they form the muscles of the visceral organs and they do not act according to our will and hence these muscles are known as involuntary muscles. ഇവര് സ്മൂത്ത് മസിൽസ് ആണ്. They form the muscles of our visceral organs and hence known as visceral muscles. Single nucleated ആണ്. Do not act according to our will, involuntary muscles. ഇവിടെ വോളണ്ടറി ആണ്, attached to the skeleton. Skeletal muscles എന്നറിയപ്പെടും. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, സ്ട്രയേഷൻസ് ഉണ്ട്. These are the main difference between striated and non-striated muscles. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവരെയാണ്, സ്കെൽറ്റൽ മസിൽസ് ആണ്. സ്കെൽറ്റൽ മസിൽസ് അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽസിന്റെ സ്ട്രക്ചർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മസിൽ എടുക്കുമ്പോൾ ഒരു മസിലിന്റെ മെയിൻ പോർഷൻ മസിലാണ്. അതിന്റെ മെയിൻ പോർഷൻ ഇസ് നോൺ ആസ് ബെല്ലി. ആൻഡ് നമ്മൾ സ്കെൽറ്റൽ മസിൽസ് അല്ലേ പഠിക്കുന്നത്. അപ്പൊ ഈ മസിൽ ഇസ് അറ്റാച്ച്ഡ് ടു ദ സ്കെലിട്ടൺ ബൈ എ സ്ട്രാപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. മസിലിലോട്ട് ഇങ്ങനെ വലിച്ചു കെട്ടിയേക്കുവാണ്. And this strap of connective tissue by which the muscle is attached to the skeleton is known as tendon. ഈ മസിലിനെ, ഈ കാലിന്റെ കാഫ് മസിലൊക്കെ ഇല്ലേ, കാഫ് മസിലിനെ ഈ താഴത്തോട്ട് വലിച്ചു കെട്ടിയേക്കുന്ന ടെൻഡൻ ഒക്കെ ചിലപ്പോൾ നമ്മൾ കാല് തെന്നി പോകുമ്പോൾ അയ്യോ ടെൻഡൻ സ്ട്രെയിൻ ആയി പോകുമ്പോൾ കാല് രണ്ടുമൂന്ന് ആഴ്ച ഇങ്ങനെ കെട്ടിയൊക്കെ വെക്കും. അവിടെ കാലൊടിഞ്ഞതായിരിക്കത്തില്ല, ടെൻഡന് സ്ട്രെയിൻ വന്നതായിരിക്കും. അപ്പോൾ ഈ മസിലിന്റെ മെയിൻ പോർഷൻ ഇങ്ങനെ വീർത്തിരിക്കുന്നത്, മെയിൻ പോർഷൻ ഓഫ് ദിസ് മസിൽ ഇസ് നോൺ ആസ് ബെല്ലി ആൻഡ് ഈച്ച് മസിൽ ഇസ് അറ്റാച്ച്ഡ്, ഈച്ച് skeletal muscle is attached to the skeleton by means of a strap of connective tissue and this
strap of connective tissue by which the muscle is attached to the skeleton or the bone is known as tendon. Connective tissue, muscle അല്ല. പിന്നെ മസിലിൻ്റെ അറേഞ്ച്മെന്റ് എടുത്ത് എങ്ങനെയാണെന്ന് പറയാം. Each muscle is covered by a sheath of connective tissue, and this sheath of connective tissue is known as epimysium. ഒരു കവറിങ്, ഒരു പൊതി. ഇൻസൈഡ് ദ എപ്പിമൈസിയം, എപ്പിമൈസിയത്തിനകത്ത് ദ മസിൽ ടിഷ്യൂ ഈസ് അറേഞ്ച്ഡ് ഇൻ ബണ്ടിൽസ്. ഓരോ ബണ്ടിൽ പോലെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ദീസ് ബണ്ടിൽസ് ആർ കോൾഡ് ഫാസിക്കിൾസ്. And each fascicle is again covered by a connective tissue covering, and this covering is called a perimysium. Inside the perimysium, the muscle cells are arranged in bundles. Large number of muscle cells are arranged in bundles, and these fascicles, perimysium, ആ fasciclesനകത്താണ് മസിൽ സെൽസിങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് മസിൽ സെൽസിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. അതിൽ ഓരോ മസിൽ സെല്ലും ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഞാൻ ഇത് നിങ്ങൾ ഓർക്കണമെങ്കിൽ, ഇപ്പം ഞാൻ നമ്മുടെ ചൂലില്ലേ, ഈർക്കിലി ചൂല് ഒരു 10 ഈർക്കിലി ചൂലെടുത്ത്, എന്നിട്ട് ആ 10 ഞാൻ പേപ്പർ വെച്ച് പൊതിഞ്ഞു. 10 എണ്ണം ഓരോ ചൂലും പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ട് ആ 10 ചൂലും കൂടെ ഒന്നിച്ച് ഞാനൊരു പ്ലാസ്റ്റിക് കവറിട്ട് പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുക. ആ പ്ലാസ്റ്റിക് കോട്ടിങ്ങിനെയാണ് ഞാൻ പറയുന്നത്, എന്തുവാ പറയുന്നത്, എപ്പിമൈസിയം. ആ എപ്പിമൈസിയത്തിനകത്ത് ഞാൻ എന്ത് വെച്ചു, എപ്പിമൈസിയത്തിനകത്ത് ഓരോ 10 ചൂലില്ലേ, ആ ഓരോ ചൂലിന് നമുക്ക് ഫാസിക്കിൾ എന്ന് പറയാം. ഓരോ ചൂലും, ആ ഓരോ ചൂലും ഞാൻ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ആ പേപ്പറിനെ നമുക്ക് പെരിമൈസിയം എന്ന് പറയാം. അപ്പൊ ഫാസിക്കിളിനകത്തുള്ള ഈർക്കിലാണ് മസിൽ സെൽസ്. മസിൽ സെൽസ് എന്ന് പറയുന്നത് ഫാസിക്കിളിനകത്ത് ഈ ഓരോ ചൂലിനകത്തും ഇഷ്ടമാതിരി ഈർക്കിലില്ലേ, അതേപോലെ ഇവിടെ ഓരോ ബണ്ടിലിനകത്തും ഹൺഡ്രഡ്സ് ഓഫ് മസിൽ സെൽസ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. ആ ഓരോ ബണ്ടിലിനെയും കവർ ചെയ്തിട്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ കവറിങ് ഉണ്ട്. ഫാസിക്കിളിനെ കവർ ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ കവറിങ്ങിനാണ് പറയുന്നത് പെരിമൈസിയം. ഈ എല്ലാ ഫാസിക്കിളിനെയും കൂടെ ഒന്നിച്ചൊരു കവറിങ് ഉണ്ട്, ദാറ്റ് ഇസ് ദ എന്താ പറയുന്നത് എപ്പിമൈസിയം. ഇപ്പൊ എപ്പിമൈസിയം ഫുള്ളായിട്ടുള്ള കവറിങ്, എല്ലാത്തിനെയും കൂടെ ആ ബണ്ടിലിനെ എല്ലാം കൂടെ കവർ ചെയ്തേക്കുന്ന എപ്പിമൈസിയം. എപ്പിമൈസിയത്തിനകത്ത് ഈ മസിൽ സെൽസ് എല്ലാം ബണ്ടിൽ മാതിരിയാണ്. ആ ഓരോ ബണ്ടിലും പറയുന്നത് ഫാസിക്കിൾസ് എന്ന്. ആ ഓരോ ഫാസിക്കിളിനെയും ഈച്ച് ഫാസിക്കിൾ ഈസ് കവേർഡ് ബൈ എ കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എന്തുവാ പറയുന്നത് പെരിമൈസിയം. പെരിമൈസിയത്തിനകത്ത് ഈ മസിൽ സെൽസ് എല്ലാം ബണ്ടിലായിട്ട് അറേഞ്ച് ചെയ്തേക്കാം. ഓരോ മസിൽ സെൽസ് ഉണ്ട്, ഹൺഡ്രഡ്സ് ഓഫ് മസിൽ സെൽസ് ഉണ്ട് ഓരോ ഫാസിക്കിളിലും. നമുക്കിവിടെ പഠിക്കേണ്ടത് ഒരു മസിൽ സെല്ലിന്റെ സ്ട്രക്ചറാണ് പഠിക്കേണ്ടത്, ഓരോ മസിൽ സെല്ലിന്റെയും സ്ട്രക്ചർ.
മസിൽ സെല്ല് കേട്ടോ. ഈച്ച് മസിൽ സെൽ എന്ന് പറയത്തില്ല, മസിൽ ഫൈബർ എന്നേ പറയുള്ളൂ. ഇറ്റ് ഈസ് എ സിംഗിൾ സെൽ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, ലോങ് ആണ്, സിലിണ്ടറിക്കൽ ആണ്. വളരെ ലോങ് ആയിട്ട് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഈ മസിൽ സെൽ എന്ന് പറയത്തില്ല, മസിൽ ഫൈബർ എന്നേ പറയുള്ളൂ. ഫൈബർ എന്നേ പറയുള്ളൂ. ആ മസിൽ ഫൈബർ ലോങ്, സിലിണ്ടറിക്കൽ, മൾട്ടി ന്യൂക്ലിയേറ്റഡ്. കണ്ടാ, ഇത് ന്യൂക്ലിയസ് ആണ്. ഞാൻ പറഞ്ഞു സ്ട്രൈറ്റഡ് മസിൽസ് ആർ മൾട്ടി ന്യൂക്ലിയേറ്റഡ്. അപ്പൊ ഇത് കണ്ട മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇതെല്ലാം ഇത് ന്യൂക്ലിയസ് ആണ്. Long, cylindrical, multinucleate. The outer surface of the muscle fiber is covered by a plasma membrane and it is called a sarcolemma. Lemma is a membrane. The outer membrane is covered by a membrane called a sarcolemma, and this sarcolemma is provided with several infoldings or inpushings. കണ്ട, അകത്തോട്ടൊരു ഇൻഫോൾഡിങ്സ് ഉണ്ട്. അതിനകത്തോട്ട് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനെ ഒഴുകി ഇതിനകത്തോട്ട് കിടപ്പുണ്ടായിരിക്കും. And the outer membrane is called a sarcolemma, and the sarcolemma is provided with several infoldings, and these infoldings are called as T-tubule. Large number of mitochondria are there, and the endoplasmic reticulum, mitochondria, ഇതെല്ലാം ഇതിനകത്ത് സാധാരണ ഒരു ന്യൂക്ലിയസിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. In addition, striations. The muscle fiber consists of several striations. The outer covering is called a sarcolemma, and the sarcolemma is provided with numerous infoldings. Each muscle fiber is a single cell. Each muscle fiber is covered by a plasma membrane called sarcolemma, and this sarcolemma is provided with several infoldings or inpushings, and these inpushings are called T-tubule. And the cytoplasm inside the muscle fiber is called sarcoplasm. And cytoplasm is called sarcoplasm, and സാധാരണ ഒരു സെല്ലുള്ളതുപോലെ തന്നെ ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ എല്ലാം തന്നെയുണ്ട്. Mitochondria is known as sarcomere, and the endoplasmic reticulum is known as sarcoplasmic reticulum. Hemoglobin is known as myoglobin, etc. And ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് പറയേണ്ട these are the contractile fibrils. The muscle fiber is provided with bundles of contractile fibrils. നമുക്ക് ഈ മയോ ഫൈബ്രിലിൻ്റെ കാര്യമാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ജനറലായിട്ടുള്ളൊരു സ്ട്രക്ചർ പറഞ്ഞതേ ഉള്ളൂ. ഇവർ സിംഗിൾ സെല്ലാണ്, ബട്ട് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. സിംഗിൾ സെൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെല്ലാണ്. ഇതിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്, സാർക്കോപ്ലാസം എന്നാണ് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. മൈറ്റോകോൺട്രിയ ഉണ്ട്, സാർക്കോമിയസ് എന്ന് പറയാം. പിന്നെ ഹീമോഗ്ലോബിൻ ഉണ്ട്, മയോഗ്ലോബിൻ എന്നാണ് പറയുന്നത്. ഈ സൈറ്റോപ്ലാസത്തിൽ ധാരാളമായിട്ട് പാരലലി അറേഞ്ച്ഡ് ബണ്ടിൽസ് ഓഫ്
ഫൈബ്രിൽസ് ഉണ്ട്. ദേ ആർ കോൾഡ് മയോഫൈബ്രിൽസ്. അതെങ്ങനെയാണെന്നാണ് ഇത് നമ്മൾ നോക്കുന്നത്. ഈച്ച് മസിൽ സെൽ നമ്മളിങ്ങനെ കണ്ടു, ഒരു മസിൽ സെല്ലാണ്. ആ മസിൽ സെൽസിനകത്ത് ഹൺഡ്രഡ്സ് ഓഫ് fibrils are there, contractile fibrils are there, and these muscle fibrils are composed of protein filaments. Muscle fibrils are the muscle fibrils, and these muscle fibrils are composed of protein filaments, contractile protein filaments. And there are mainly 3 types of filaments. They are myosin filament, actin filaments, elastic filaments. 3 തരത്തിലുള്ള ഫിലമെന്റ്സ് ഉണ്ട്. ഒരെണ്ണം ഇലാസ്റ്റിക് ആണ്, ഒരെണ്ണം തിക്ക് ആണ്, ഒരെണ്ണം തിൻ ആണ്. തിക്ക് ഫിലമെന്റ്സ്, തിൻ ഫിലമെന്റ്സ് ആൻഡ് ഇലാസ്റ്റിക് ഫിലമെന്റ്സ്. ഇപ്പം ഞാൻ എങ്ങനെ പറഞ്ഞ ഒരു ബണ്ടിൽ ചൂലും കൊണ്ട് പോവുക, ആ ചൂലിനെ കവർ ചെയ്തേക്കുന്ന പ്ലാസ്റ്റിക് വെച്ചിട്ട് എല്ലാ ചൂലിനെയും കൂടെ കവർ ചെയ്തത് അത് എപ്പിമൈസിയം. അതിൻ്റെ അകത്ത് ഓരോ ചൂലിനെ കവർ ചെയ്തേക്കുന്ന പേപ്പർ വെച്ച് കവർ ചെയ്തത് അത് പെരിമൈസിയം. ആ ഓരോ ബണ്ടിലും പറയുന്ന ഫാസിക്കിൾസ്. ആ ഫാസിക്കിൾസിനകത്ത് ഈർക്കിലി എന്ന് പറയുന്നതാണ് ഓരോ മസിൽ സെൽ അല്ലെങ്കിൽ മസിൽ ഫൈബർ. ആ മസിൽ ഫൈബറിനകത്ത് പ്രോട്ടീൻ ഇങ്ങനെ ഫൈബ്രിൽസ് ഉണ്ട്. ആ ഫൈബ്രിൽസ് ഉണ്ടാക്കിയേക്കുന്നത് പ്രോട്ടീൻ ഫിലമെന്റ്സ് വെച്ചാണ്. മെയിനായിട്ടും മസിൽ ഫൈബറിൽ കൺട്രാക്റ്റൈൽ ഫൈബ്രിൽസ് ആണ് മസിൽസ്. അതിനെ കൺട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻ ഫിലമെന്റ്സ് ആണ്. 3 തരത്തിലുള്ള പ്രോട്ടീൻ ഫിലമെന്റ്സ് ആണ് മെയിനായിട്ടുള്ളത്. ഒരെണ്ണം ഒരു തിക്ക് ഫിലമെന്റ്, നമ്പർ 2 തിൻ ഫിലമെന്റ്, ആൻഡ് 3 എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് ഫിലമെന്റ് ആണ്. നമ്പർ 1 നമുക്ക് പഠിക്കാം മയോസിൻ ഫിലമെന്റ്. മയോസിൻ ഫിലമെന്റ് എങ്ങനെ ഇരിക്കും നോക്കാം. ഇവര് മയോസിൻ ഫിലമെന്റിനെ പറയുന്നത് തിക്ക് ഫിലമെന്റ് എന്നാണ്. തിക്ക് ഫിലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ thick, and these thick filaments are made of a protein called myosin, and hence they are known as myosin filament. തിക്ക് ഫിലമെന്റിനെ ഉണ്ടാക്കിയിരിക്കുന്നത് മയോസിൻ പ്രോട്ടീൻ വെച്ചിട്ടാണ്. അതുകൊണ്ട് അവരെ പറയുന്നത് മയോസിൻ ഫിലമെന്റ് എന്ന്. മയോസിൻ ഫിലമെന്റ് or thick filament. Myosin filament or thick filament. The thick filament is formed of a protein called myosin, and hence the thick filament is also known as myosin filament. And the protein ആണ്, and hence these proteins filaments are formed of polypeptide chain. In myosin filament, each filament is formed of 6 polypeptide chains. 6 polypeptide chain ആണ്, and 2 light chains, 4 light chains and 2 heavy chains. And ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ലോങ് ടെയില് with a double head. Long tail with a double head. ഇതാണ് ഈ മയോസിൻ ഫിലമെന്റിന്റെ സ്ട്രക്ചർ. And this long tail is formed by the spiral twisting of the 2 heavy chains. ആ 2 heavy chain, 2 long heavy polypeptide chain പിരിച്ചെടുത്തിട്ട് ടെയിൽ ഉണ്ടാക്കിയേക്കുക. ഒരറ്റത്തോട്ട് വരുമ്പോൾ this heavy chain gets separated, folded to form a double head. And the 4 light chains are associated with the double head. ആ double head നോട് associate ചെയ്തിട്ടാണ് ആ 4 light chains ഇങ്ങനെ കാണുന്നത്.
tail, ഇത് double head. അപ്പോൾ myosin filament, also known as thick filament, formed of the protein myosin filament. Myosin filament is formed of 4 heavy chains, 4 light chains and 2 heavy chains. 4 light and 2 heavy polypeptide chain consists of a tail and a double head. And the tail is formed by the spiral twisting of the 2 heavy polypeptide chain. At one end, these 2 chains get separated, folded to form a double head. Double head. ഇത് കണ്ട ഈ ഡബിൾ ഹെഡ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഡബിൾ ഹെഡ്. And the 4 light chain are in association with the head. ആ ഹെഡിനോട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും 2 ലൈറ്റ് ചെയിൻ കാണുന്നത്. ഇതാണ് ദ സ്ട്രക്ചർ ഓഫ് മയോസിൻ ഫിലമെന്റ്. മയോസിൻ ഫിലമെന്റിന്റെ സ്ട്രക്ചർ തിക് ഫിലമെന്റ് ആണ്. ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൂടെ നോക്കാൻ നേരത്തെ ഈ മസിൽ ഫൈബറിനകത്ത് ഇങ്ങനെ ഡാർക്ക് പോർഷൻ കാണും. ഡാർക്ക് പോർഷൻ, ലൈറ്റ് പോർഷൻ. ഇങ്ങനെ ഡാർക്ക് പോർഷൻ, ലൈറ്റ് പോർഷൻസ് കാണും. ഈ ഡാർക്ക് പോർഷൻ ഇസ് ഫോംഡ് ഓഫ് മയോസിൻ ഫിലമെന്റ്. മയോസിൻ ഫിലമെന്റ് ആണ്. ഇറ്റ് ഇസ് ഫോംഡ് ഓഫ് തിക് ഫിലമെന്റ്സ്. ആൻഡ് തിക് ഫിലമെന്റ് ഉണ്ടാക്കിയേക്കുന്നത് മയോസിൻ പ്രോട്ടീൻ ഫിലമെന്റ്സ് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവരെ മയോസിൻ ഫിലമെന്റ്സ് എന്ന് പറയുന്നത്. അവരുണ്ടാക്കിയേക്കുന്നത് 6 പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്. അതിനകത്ത് 2 പേര് ഹെവി ചെയിനും 4 പേര് ലൈറ്റ് ചെയിൻസും ആണ്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു നീണ്ട വാലും 2 ഡബിൾ ഹെഡും ഉണ്ട്. ആ വാല്, ദ ടെയിൽ ഈസ് ഫോംഡ് ബൈ ദ സ്പൈറൽ ട്വിസ്റ്റിംഗ് ഓഫ് ദ 2 ഹെവി ചെയിൻസ്. ആ ഹെവി ചെയിൻസ് ഇങ്ങനെ പിരിച്ചിട്ട് വാലുണ്ടാക്കിയേക്കോ. എന്നിട്ട് അതിന്റെ 2 അറ്റവും അറ്റത്തോട്ട് വരുമ്പോൾ 2 അറ്റവും സെപ്പറേറ്റ് ചെയ്തിട്ട് ഉരുണ്ട് ഒരു ഡബിൾ ഹെഡ് ഉണ്ടായേക്കോ. ആ ഡബിൾ ഹെഡിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ആ 4 ലൈറ്റ് ചെയിൻ ഇരിക്കുന്നത്. അപ്പോൾ ഹെഡിന്റെ അവിടെ ഈ ഹെവി ചെയിന്റെ അറ്റം ഗ്ലോബുലർ പോർഷൻ ആയതും ഇത്രയും ഭാഗമാണ് ഹെഡ് എന്ന് പറയുന്നത്. ഹെഡ് ഈസ് ഫോംഡ് ബൈ ദ ഹെവി ചെയിന്റെ ഗ്ലോബുലർ ഹെഡും അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന 4 ലൈറ്റ് ചെയിൻസും ഉണ്ട്. ഈ ടെയിൽ പോർഷൻ എന്ന് പറയുന്നത് ടെയിൽ പോർഷനിൽ 2 ഹെവി ചെയിൻ സ്പൈറൽ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ വാലുണ്ടായിരിക്കുന്നത്. ഒരു ടെയിലും ഡബിൾ ഹെഡും. ടെയിലും ഹെവി ചെയിൻ സ്പൈറൽ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. അതിന്റെ അറ്റം സെപ്പറേറ്റ് ചെയ്തിട്ട് ഗ്ലോബുലർ ഹെഡ്, ഡബിൾ ഹെഡ് അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് 4 ലൈറ്റ് ചെയിൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ നമുക്ക് മസിൽ കൺട്രാക്ഷൻ പഠിപ്പിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. ഈ സ്ട്രക്ചറൊക്കെ മസിൽ കൺട്രാക്ഷൻ ആവശ്യമുള്ള സ്ട്രക്ചറാണ്, ഈ വാലും തലയും എല്ലാം. അപ്പൊ അത് നോക്കാം. ഇത് പഠിച്ചല്ലോ. ഇനി അടുത്തത് മയോസിൻ ഫിലമെന്റ്സ് കഴിഞ്ഞിട്ട് തിൻ ഫിലമെന്റ്സ്. Thin filaments. Thin filaments എങ്ങനെയാണെന്നറിയാമോ? അവരുടെ വേറൊരു പേര് ആക്റ്റിൻ ഫിലമെന്റ്സ് എന്നാണ്. ആക്റ്റിൻ ഫിലമെന്റ്സ് എന്തുകൊണ്ടെന്നറിയാമോ? തിൻ ഫിലമെന്റ്സ് ആർ ഫോംഡ് ഓഫ് ദ പ്രോട്ടീൻ ആക്റ്റിൻ. ആക്റ്റിൻ പ്രോട്ടീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തിൻ ഫിലമെന്റ്സ് ആർ നോൺ ആസ് ആക്റ്റിൻ ഫിലമെന്റ്സ്. തിൻ ഫിലമെന്റ്സ് ആണ് തിൻ ഫിലമെന്റ്സ്. അപ്പൊ 2 തരം. ദ മസിൽ ഫൈബർ കൺസിസ്റ്റ് ഓഫ് mainly 3 types of filaments: thick filaments, thin filaments and elastic filaments. Thick filaments are called myosin filaments. Thin filaments are called actin filaments. Actin filaments thin ആണ്. It is formed of a protein called actin and hence known as actin filaments. Actin filaments പക്ഷെ ഉണ്ടാക്കിയിരിക്കുന്നത് globular protein ആണ്, globular subunits ആണ്. And these globular subunits are called G-actin. ഇങ്ങനെ മുത്തു പോലെയാണ്. ഇവരെ പറയുന്നത് G-actin. ഈ മുത്തിനെ അങ്ങ് കോർത്തെടുക്കും. കോർത്തെടുത്തു കഴിഞ്ഞാൽ അപ്പൊ കോർത്തവരെ പറയുന്നത് F-actin.
The G-actin undergo polymerization forming F-actin. കോർത്ത് കഴിയുമ്പോൾ അവരെ F-actin. കോർക്കുക എന്ന് പറയുന്നത് polymerization. The G-actin undergo polymerization forming F-actin. രണ്ട് F-actin undergo spiral twisting. പിരിച്ചെടുക്കും. Two such F-actin chains undergo spiral twisting forming the functional actin filaments. അവര് ഇങ്ങനെ പിരിച്ചെടുക്കുക. കയറ് പിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇത് ഫംഗ്ഷനിലാണോ ഇത് പിരിച്ചെടുക്കണം. ആ മുത്തിനെ മാലയാക്കി അങ്ങനത്തെ 2 സ്ട്രിങ് വെച്ചിട്ട് പിരിച്ചെടുക്കുമ്പോൾ അത് ഫംഗ്ഷനലായിട്ടുള്ള ആക്റ്റിൻ ഫിലമെന്റ്സ് ഉണ്ട്. ഫംഗ്ഷണൽ ആക്റ്റിൻ ഫിലമെന്റ്സ്. കണ്ടോ, ഫംഗ്ഷണൽ ആക്റ്റിൻ ഫിലമെന്റ്സ്. മോണോമിയസ് ആയിരിക്കുമ്പോൾ G-actin undergoes polymerization forming F-actin. Two such F-actin string or chain undergoes spiral twisting forming functional actin filaments. പിന്നെ ഇതിന്റെ ഈ ഒരു കയറ് പിരിച്ച് ഇങ്ങനെ കയറ് പിരിയില്ലേ, കയറ് പിരി മാലയോ അല്ലെങ്കിൽ കയറോ പിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്കൊരു ഗ്രൂവ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിന്റെ ആ ഗ്രൂവ് ഉണ്ട്. ആ അക്കോമഡേറ്റഡ് ഗ്രൂവ്, ആ ഗ്രൂവിന്റെ അകത്ത് ഒരു പ്രോട്ടീൻ ഫിലമെന്റ്സ് ഇങ്ങനെ കിടപ്പുണ്ട്. അക്കോമഡേറ്റഡ് ഇൻ ദ ഗ്രൂവ്സ് there is a protein filament. കണ്ടോ, അതിന്റെ ഗ്രൂവിന്റെ അകത്ത്, ആ കയറ് പോലെ പിരിച്ചതിന്റെ ഗ്രൂവിനകത്ത് അക്കോമഡേറ്റഡ് ഇൻ ദ ഗ്രൂവ്, ഈ പിരിയുടെ അകത്ത് there is a protein filament and this is known as tropomyosin. Tropomyosin accommodated in the groove of the spiral string, there is a elongated protein filament called a tropomyosin. പിന്നെ ഒരു സാധനമുണ്ട്. There is ഈ ഗ്രൂവിനകത്ത് ഇങ്ങനെ ഒരു ട്രോപ്പോമയോസിൻ അത് എന്തിനാന്ന് പറഞ്ഞു തരാം. ഈ ആക്ടിനും മയോസിനും കൂടെ മസിൽ കൺട്രാക്ഷന്റെ സമയത്ത് ജോയിൻ ചെയ്യും. അതിന് ഒരു ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ആ ബൈൻഡിങ് സൈറ്റ് ഈ ഗ്രൂവിന്റെ അകത്ത്, ആ ഗ്രൂവ് അടച്ചു വെച്ചേക്കോ ഇത് വെച്ച്. എന്നിട്ട് ഇത് പോവാതിരിക്കാൻ വേണ്ടി ചില ആണി പോലത്തെ സാധനം കൊണ്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അനദർ പ്രോട്ടീൻ ദാറ്റ് ഈസ് കോൾഡ് there is a 3 subunit protein called accommodated in the groove
there is an elongated protein filament called tropomyosin, and there is another 3 subunit protein called troponin. കേട്ടോ, ട്രോപ്പോണിൻ. ഈ ട്രോപ്പോണിനും കൺട്രാക്ഷനെ ഹെൽപ്പ് ചെയ്യുമല്ല, അതൊരു റെഗുലേറ്ററി പ്രോട്ടീൻ ആണ്. ഈ മസിൽ കൺട്രാക്ഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഇവർ രണ്ടുപേരും. അവര് കൺട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പിംഗ് അല്ല, ഇവര് ഈ ആക്ടിനും മയോസിനുമാണ് ആക്ച്വലി ഇത് മസിൽ കൺട്രാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന് അവർ രണ്ടുപേരും കൂടെ പോയി ബൈൻഡ് ചെയ്യും. അപ്പൊ ആക്ടിൻ മയോസിൻ ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട്. ആ ബൈൻഡിങ് സൈറ്റ്സിനെ കവർ ചെയ്ത് വെക്കുന്ന ഒരു സ്ട്രാപ്പ് ആണ് ഇത്. ഒരു ഇലോങ്കേറ്റഡ് പ്രോട്ടീൻ ഫിലമെന്റ് ആണ് ട്രോപ്പോമയോസിൻ. അത് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു പിന്ന് പോലത്തെ സാധനമാണ് ഈ ട്രോപ്പോണിൻ. ഇറ്റ് ഈസ് എ 3 subunit protein, and accommodated in the groove there is another protein called troponin, and tropomyosin are regulatory proteins help in muscle contraction. അപ്പോൾ ഇത് തിൻ ഫിലമെന്റിന്റെ പേര് ആക്ടിൻ ഫിലമെന്റ് എന്നാണ്. അത് ഉണ്ടാക്കിയേക്കുന്ന പ്രോട്ടീൻ ആക്ടിൻ ആയതുകൊണ്ട് അവരെ പറയുന്ന തിൻ ഫിലമെന്റ് ആണ്. അത് ഉണ്ടാക്കിയേക്കുന്ന മോണോമിയേഴ്സ് ഗ്ലോബുലാർ മോണോമിയേഴ്സ് ആണ്. അവര് വെറുതെ ലൂസായിട്ട് മോണോമിയേഴ്സ് ആയിട്ട് കിടക്കുമ്പോൾ അവരെ പറയുന്നത് ജി ആക്ടിനും. അവർ മുത്തുകൾ പോലെയാണ്. ആ മുത്തിനെ കോർക്കുക, ദാറ്റ് ഇസ് പോളിമറൈസേഷൻ. അവർ പോളിമറൈസ് ചെയ്തിട്ട് സ്ട്രിങ് ഉണ്ടാവുന്നു. അപ്പൊ അവരെ പറയുന്ന എഫ് ആക്ടിൻ. 2 such F actins chain undergo spiral twisting, forming the functional actin filaments. അതൊരു കയറ് പിരി പോലെ പിരിഞ്ഞിരിക്കും. അതിന്റെ ആ ഗ്രൂവ്സിനകത്ത് ഒരു പ്രോട്ടീൻ ഫിലമെന്റ് ഓടുന്നുണ്ട്, ദാറ്റ് ഈസ് ദ ട്രോപ്പോമയോണിൻ. അവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു 3 subunit ഉള്ള ഒരു പ്രോട്ടീൻ വന്ന് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് ആ ആക്ടിൻ മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്ത് വെച്ചേക്കുക, അടച്ചു വെച്ചേക്കുക. ഈ സ്ട്രിങ്ങും ഈ പിന്നു പോലത്തെ ഇവർ രണ്ടുപേരും റെഗുലേറ്ററി പ്രോട്ടീൻസ് ആണ്. കേട്ടോ, ഇതാണ് ആക്ടിൻ ഫിലമെന്റ്സ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ഫിലമെന്റ്സ്. ഇലാസ്റ്റിക് ഫിലമെന്റ്സ് ഇലാസ്റ്റിക് ഫിലമെന്റ്സിന്റെ പേര് ടിക്റ്റിൻ എന്നോ ടൈറ്റിൻ ഫിലമെന്റ്സ് എന്നോ പറയാം. അവരിയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഒരു മോളിക്കുലർ സ്പ്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് എ പ്രോട്ടീൻ കോൾഡ് ടിക്റ്റിൻ. ദി ഇലാസ്റ്റിക് ഫിലമെന്റ്സ് ആണ് ദ ലോങ്സ്റ്റ് പോളിപെപ്റ്റൈഡ്. വളരെ ലോങ് ആൻഡ് തിൻ ആയിട്ടുള്ള സ്ട്രിങ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് വളരെ തിന്നാണ്, വളരെ ലോങ് ആണ്. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് പോളിപെപ്റ്റൈഡ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും വലിയ പോളിപെപ്റ്റൈഡ് ആണിത്. ലോങ്സ്റ്റ് തിൻ പോളിപെപ്റ്റൈഡ് ആണ്. ഫോംഡ് ഓഫ് ദ പ്രോട്ടീൻ ടിക്റ്റിൻ. ഇറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിക്. ഇത് മോളിക്കുലർ സ്പ്രിംഗ് ആയിട്ട് ആക്ട് ചെയ്ത് ഒരു സ്പ്രിംഗ് പോലത്തെ സ്പ്രിംഗ് ലൈക്ക് പ്രോട്ടീൻ ആണ്. അതിന്റെ കോൺഫിഗറേഷൻ ഒരു സ്പ്രിംഗ് പോലെയാണ് ഇരിക്കുന്നത്. അത് കാരണം ഇതിന്റെ ഫങ്ഷനും ഒരു മോളിക്കുലർ സ്പ്രിംഗ് പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മസിലിന്റെ സ്ട്രൈറ്റഡ് മസിലിന്റെ സ്ട്രക്ചർ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. മോളിക്കുലർ മസിലിന്റെ സ്ട്രക്ചർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് അനുസരിച്ച് എഴുതാം കേട്ടോ. അപ്പം വേണമെങ്കിൽ നമുക്ക് ആദ്യം തുടങ്ങുന്ന പോലെ എഴുതാം. മസിലിന്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ബെല്ലിയാണ്. ആ ബെല്ലി പോർഷനാണ്, അത് വീർത്തിരിക്കുന്ന ബെല്ലി പോർഷൻ. ഇവിടെ നമ്മുടെ സ്ട്രൈറ്റഡ് മസിൽസ്, ദേ ആർ ഓൾസോ നോൺ ആസ് സ്കെലറ്റൽ മസിൽസ്. ദേ ആർ അറ്റാച്ച്ഡ് ടു ദ സ്കെലറ്റൺ. And the muscle is attached to the skeleton by a strap of connective tissue, and this strap of connective tissue is known as tendon. പിന്നെ ഈ മസിലിനെ കവർ ചെയ്തേക്കുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ കവറിംഗ് ഉണ്ട്. ദാറ്റ് കവറിംഗ് ഈസ് നോൺ ആസ്, ഓരോ മസിലിനെയും കവർ ചെയ്തിട്ട് there is a connective tissue called എപ്പിമൈസിയം. എപ്പിമൈസിയത്തിനകത്ത് മസിൽ ടിഷ്യൂ ബണ്ടിൽ പോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഓരോ ബണ്ടിലിനും പറയുന്ന ഫാസിക്കിൾസ് എന്നാണ്. ആ ഓരോ ഫാസിക്കിളും ഈസ് അഗെയിൻ കവേർഡ് ബൈ എ കണക്റ്റീവ് ടിഷ്യൂ കോൾഡ് പെരിമൈസിയം. ആ പെരിമൈസിയത്തിനകത്ത് മസിൽ ടിഷ്യൂ ഈസ് അറേഞ്ച്ഡ്, അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് മസിൽ ടിഷ്യൂ ആർ അറേഞ്ച്ഡ് ഇൻ ബണ്ടിൽസ്. ആ ഫാസിക്കിൾസ് എന്ന് പറയുന്നത് ബണ്ടിൽസ് ഓഫ് മസിൽ ടിഷ്യൂവിനെയാണ് ബണ്ടിൽ പോലെ അറേഞ്ച് ചെയ്ത് അതിനെ കവർ ചെയ്തിട്ടുണ്ട്. കവറിങ് ഇസ് കോൾഡ് പെരിമൈസിയം.
പെരിമൈസിയത്തിനകത്ത് മസിൽ ടിഷ്യൂ ആർ അറേഞ്ച്ഡ് ഇൻ പാരലൽ ബണ്ടിൽസ്. ഓരോ ബണ്ടിൽ, അതിന് ഓരോ മസിൽ സെല്ലിനെയും പറയുന്നത് മസിൽ സെല്ലെന്ന് പറയത്തില്ല, മസിൽ ഫൈബറിനെ പറയുള്ളൂ. മസിൽ ഫൈബറിനെ പറയുള്ളൂ. ഓരോ മസിൽ ഫൈബറും ഒരു ഇലോങ്കേറ്റഡ് ആയിട്ട് സിലിണ്ടറിക്കലായിട്ട് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെല്ലാണ്. അതിൻ്റെ ഔട്ടർ കവറിങ് പ്ലാസ്മ മെംബ്രെയിൻ തന്നെയാണ്. ഔട്ടർ മെംബ്രെയിനെ പറയുന്നത് സാർക്കോലെമ്മ എന്നും. ആ സാർക്കോലെമ്മയ്ക്ക് ധാരാളം ഇൻഫോൾഡിങ്സ് ഉണ്ട്. ആ ഇൻഫോൾഡിങ്സിൻ്റെ ഒക്കെ ഫങ്ഷൻസ് പറഞ്ഞു തരാം. ആ ഇൻഫോൾഡിങ്സിനെ പറയുന്നത് ടി ട്യൂബ്യൂൾ എന്നാണ്. പിന്നെ പ്ലാസ്മ മെംബ്രെയിന് സാർക്കോ ലെമ്മ എന്നാണ്. ലെമ്മ എന്ന് വെച്ചാൽ മെംബ്രെയിൻ തന്നെയാണ്. സാർക്കോലെമ്മയാണ്. അതിനകത്തുള്ള സൈറ്റോപ്ലാസം ഉണ്ട്, അതിന് പറയുന്നത് സാർക്കോപ്ലാസം. പിന്നെ മൈറ്റോകോൺട്രിയ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് പറയുന്നത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഹീമോഗ്ലോബിൻ ഉണ്ട്, അതിനെ മയോഗ്ലോബിൻ എന്ന് പറയാം. നമ്മളിവിടെ മസിലിൻ്റെ ഫംഗ്ഷൻ പറയുമ്പം അതിൻ്റെ കൺട്രാക്ടൈൽ ഫംഗ്ഷനാണ് മെയിനായിട്ട്. മസിൽ കൺട്രാക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ധാരാളം പാരലൽ മസിൽ കൺട്രാക്ടൈൽ ഫൈബിൾസ് ഉണ്ട്. അപ്പോൾ ആ ഫൈബിൾസിനെ നമ്മൾ പറയുന്നത് മയോ ഫൈബിൾസ് എന്ന്. മസിലിനകത്തുള്ള ഫൈബിൾസിനെ പറയുന്നത്, ഇപ്പം നെർവ്സിനകത്തുള്ള ഫൈബറിൽ നമ്മൾ എന്ത് പറയും, ന്യൂറോ ഫൈബിൾസ് എന്ന് പറയും. ന്യൂറോണിനകത്തുള്ള ഫൈബിൾസ് ആൾക്കാർ ന്യൂറോ ഫൈബിൾസ്. ഇവിടെ മസിലിനകത്തുള്ള ഫൈബിൾസിനെ പറയുന്നത് മയോ ഫൈബിൾസ്. ആ മയോ ഫൈബിൾസ് പാരലൽ ബണ്ടിൽസ് പോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ സ്കെൽറ്റൽ മസിൽസ് എന്ന് പറയുന്നത് അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് ദീസ് സ്കെൽറ്റൽ മസിൽസ് അതിനകത്ത് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് കാണാം. അതുകൊണ്ട് നമ്മൾ അവരെ സ്ട്രയേഷൻസ് കാണാൻ പറ്റും മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറഞ്ഞു. ആ സ്ട്രയേറ്റഡ് മസിൽസ് ബാൻഡ് കാണിക്കുന്ന ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് തിക്ക് ആൻഡ് തിൻ ഫിലമെന്റ്സ് ആണ്. ആ ഫിലമെന്റ്സ് ആണ് ഇവിടെ മസിൽ കൺട്രാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ആ മസിൽ ഫൈബറിനകത്ത് കൺട്രാക്ടൈൽ ഫൈബിൾസ് ബണ്ടിൽസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ആൻഡ് ദീസ് മസിൽ ഫൈബിൾസ് അല്ലെങ്കിൽ ഫൈബിൾസ് ആർ ഫോംഡ് ഓഫ് സഡൻ സ്പെഷ്യൽ പ്രോട്ടീൻ ഫിലമെന്റ്സ് വെച്ചിട്ടാണ് ഈ മസിൽ ഫൈബിൾസ് ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു ഈർക്കിലി എന്ന് പറഞ്ഞാൽ, ഈർക്കിലി ആണെങ്കിൽ ഓരോ മസിൽ സെല്ലുമാണ്. മസിൽ സെല്ലല്ല, മസിൽ ഫൈബറാണ്. അതിനകത്ത് ധാരാളം ഫൈബിൾസ് ഇങ്ങനെ കൺട്രാക്ടൈൽ ഫൈബിൾസ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. ആ കൺട്രാക്ടൈൽ ഫൈബിൾസ് എഗെയിൻ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഇസ് ഫോംഡ് ഓഫ് പ്രോട്ടീൻ ഫിലമെന്റ്സ്. ഒരേ മാതിരത്തെ അല്ല, മെയിനായിട്ട് മൂന്ന് ഡിഫറെൻറ്റ് പ്രോട്ടീൻ ഫിലമെന്റ്സ് വെച്ചിട്ടാണ് ഈ മയോ ഫൈബിൾസ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ആ മൂന്നെണ്ണത്തിൽ ഓരോന്നായിട്ട് പറയാം. ഒരെണ്ണം തിക്കാണ്. തിക്ക് ഫിലമെന്റ് ഉണ്ടാക്കിയേക്കുന്നത് മയോസിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ വെച്ചിട്ടാണ്. അതുകൊണ്ട് അവരെ നമുക്ക് മയോസിൻ ഫിലമെന്റ് എന്ന് പറയാം. ആ മയോസിൻ ഫിലമെന്റ് ഉണ്ടാക്കിയേക്കുന്ന 4 ലൈറ്റ് ചെയിനും 2 ഹെവി ചെയിനും വെച്ചിട്ടാണ്. രണ്ട് ഹെവിയും 4 ലൈറ്റ് ചെയിൻസുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഒരു ലോങ് ടെയിലും ഒരു ഡബിൾ ഹെഡും ഉണ്ട്. ആ ടെയിൽ പോർഷൻ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഹെവി ചെയിൻ അണ്ടർഗോ ഈ സ്പൈറൽ ട്വിസ്റ്റിംഗ് വഴിയാണ് ഹെവി ചെയിൻസ് അപ്പോൾ 3 തരത്തിലുള്ള ഫിലമെന്റ്സ് എന്തുവാ, തിക്ക് ഫിലമെന്റ്സ്, തിൻ ഫിലമെന്റ്സ് ആൻഡ് ഇലാസ്റ്റിക് ഫിലമെന്റ്സ്. അപ്പോൾ തിക്ക് എന്ന് പറയുമ്പോൾ തിക്ക് ഫിലമെന്റ്സ് ആർ ഫോംഡ് ഓഫ് myosin and hence known as thick filaments are known as myosin filaments, and it is formed of 6 polypeptide chain, 4 light and 2 heavy. And the shape is long chain with a double head, and the long chain is formed by the spiral twisting of and the thick filament shape ഒരു ലോങ് ചെയിൻ വിത്ത് എ ഡബിൾ ഹെഡ് ഉണ്ട്. ആ ഡബിൾ ഹെഡും ഈ ലോങ് ചെയിൻ ഈസ് ഫോംഡ് ഓഫ് ദിസ് 2 ഹെവി ചെയിൻസ്. ആ
At the end, heavy chain undergoes spiral twisting, and at one end it gets separated, folded to form a double head. And the 4 light chains are in association with the ഇങ്ങനെ. അപ്പോൾ ഈ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത്, ഹെഡ് പോർഷനിൽ ഹെവി ചെയിൻ്റെ ഗ്ലോബുലർ ഹെഡും ഉണ്ട്, 4 ലൈറ്റ് ചെയിൻസും ഉണ്ട് കേട്ടോ. ഇതാണ് തിക് ഫിലമെന്റിന്റെ സ്ട്രക്ചർ. ഒരു ഗോൾഡ് സ്റ്റിക്ക് പോലെ ഇരിക്കും. ഒരു ലോങ് ടെയില്, 2 ഹെഡ്, ഡബിൾ ഹെഡാണ്. ആ ഡബിൾ ഹെഡിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ 4 ലൈറ്റ് ചെയിൻ ഇരിക്കുന്നത്. അടുത്തത് തിൻ ചെയിൻ ആണ്. തിൻ ഫിലമെന്റ്സ് formed of actin protein, also known as actin filaments, and formed of monomers, ചെറിയ monomers. അപ്പോൾ അവരെ പറയുന്നത് G-actin, undergo polymerization, F-actin. അങ്ങനത്തെ 2 എണ്ണം സ്പൈറൽ ട്വിസ്റ്റ് ചെയ്തിട്ട് ഫങ്ഷണൽ ആക്റ്റിൻ പ്രോട്ടീൻസ് വരും. അതിന്റെ ഗ്രൂവിനകത്ത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ലോങ് പ്രോട്ടീൻ ഫിലമെന്റ്, ട്രോപ്പോ മയോസിൻ അതിന്റെ അവിടെ ഇവിടെ ആയിട്ട് located at intervals. There are another globular protein called troponin. Troponin and tropomyosin are regulatory proteins. അവർക്ക് കൺട്രാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരല്ല, മസിൽ കൺട്രാക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ്. ഒരെണ്ണം ലോങ് പ്രോട്ടീൻ ആണ്, പ്രോട്ടീൻ ഫിലമെന്റ് ആണ്. മറ്റേത് ഗ്ലോബുലർ പ്രോട്ടീൻ ആണ്. ട്രോപ്പോണിൻ ഈസ് എ 3 സബ് യൂണിറ്റ് ഗ്ലോബുലർ പ്രോട്ടീൻ. അതിന്റെ ഗ്രൂവിനകത്ത് അക്കോമഡേറ്റ് ചെയ്തേക്കുന്ന ഇലോങ്കേറ്റ് പ്രോട്ടീനോട് തന്നെ ട്രോപ്പോ മയോസിൻ. അടുത്തതാണെങ്കിൽ ഇലാസ്റ്റിക് ആണെങ്കിൽ അവരുടെ പേര് ടിറ്റിന്നോ ടൈറ്റിന്നോ പറയാം. അവര് മോളിക്കുലർ പ്രോട്ടീനായിട്ട് ആക്ട് ചെയ്യുന്നു. അവരുടെ മോളിക്കുലർ പ്രോട്ടീൻ അല്ല, മോളിക്കുലർ സ്പ്രിങ്, അതൊരു സ്പ്രിങ് ലൈക്ക് ആക്ഷൻ ആണ് ഇതിനുള്ളത്. ഇവര് തിക് ഫിലമെന്റ്സിനെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് കൺട്രാക്ഷന്റെ സമയത്ത് പറഞ്ഞു തരാം. അവരുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മോളിക്കുലർ സ്പ്രിങ് ആയിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. സ്പ്രിങ് ലൈക്ക് ആണ് ഇവരുടെ സ്ട്രക്ചർ. വെരി തിൻ ആണ്, ലോങ് ആണ്. ദിസ് ഇസ് ദ ലോങ്സ്റ്റ് പോളിപെപ്റ്റൈഡ് ആണ്. തിൻ, ലോങ്, സ്പ്രിങ് ലൈക്ക്. ഇവർ 3 പേരുമാണ് കൺട്രാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫിലമെന്റ്സ്, പ്രോട്ടീൻ ഫിലമെന്റ്സ്. ദേ ആർ കോൾഡ് മയോ ഫിലമെന്റ്സ്. അവർ മയോ ഫൈബറിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രോട്ടീൻ ഫിലമെന്റ്സ് വെച്ചിട്ട്. തിക്ക്, തിൻ ആൻഡ് ഇലാസ്റ്റിക്, ഈ 3 പേര്. എസ് ആയിട്ടാണ് ചോദിക്കുന്നത്, ഇതെല്ലാം പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി കൺട്രാക്ഷൻ പഠിക്കാം. ശരി.